കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുവേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. പ്രിയമുള്ളവരെ, ഒരു നിമിഷം, ഇതൊരു സ്മരണാഞ്ജലിയാണ്. 3 വർഷങ്ങൾക്കപ്പുറം ആകസ്മികമായി അനശ്വരതയുടെ കാണാപ്പുറങ്ങളിലേക്ക് കടന്നുപോയ രാജഗോപാലനെ സംബന്ധിച്ചാണ്. രാജഗോപാലൻ സുൽത്താൻ ബത്തേരിയിലെ പൗരപ്രമുഖനായിരുന്ന ഗോപാലമേനോന്റെ മകൻ. സമർത്ഥനായ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സംഗീതത്തിലും സാഹിത്യത്തിലും പ്രഭാഷണകലയിലും കവിതാരചനയിലുമെല്ലാം അസാധാരണ മികവ് പുലർത്തിയിരുന്ന സഹൃദയൻ. സൗമ്യഭാവത്തിലൂടെയും സരസഭാഷണത്തിലൂടെയും ഹൃദ്യമായ പുഞ്ചിരിയിലൂടെയും തന്നെ സമീപിക്കുന്നവരെയെല്ലാം ആഹ്ലാദചിത്തരാക്കിയ അപൂർവ വ്യക്തിത്വം. പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ രാജാസാറായി ആംഗലേയ സാഹിത്യം പഠിപ്പിച്ചിരുന്നപ്പോൾ തന്നെ മാതൃഭാഷയെയും മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്ന അധ്യാപകൻ. അദ്ദേഹം നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ചിരഞ്ജീവിയായതിൽ അത്ഭുതമില്ല. നിരവധി കലാ സാംസ്കാരിക സംഘടനകളിൽ നേതൃപരമായ പങ്കുവഹിച്ച രാജഗോപാലൻ രാഷ്ട്രീയത്തിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. പകരം വയ്ക്കാനില്ലാത്ത ആ പ്രതിഭയുടെ മിന്നലാട്ടമാണ് പഴയകാല ഗാനാസ്വാദക കൂട്ടായ്മയായ ഗ്രാമഫോണിലും പ്രതിഫലിച്ചത്. വയനാടിൻ്റെ സംഗീത സംസ്കാരത്തിൽ പുതിയ അധ്യായം രചിച്ച ഗ്രാമഫോണിൻ്റെ സ്ഥാപക അംഗവും രക്ഷാധികാരിയുമായിരുന്നു പ്രിയപ്പെട്ട രാജഗോപാൽ. പഴയകാല സിനിമാ നാടക ഗാനങ്ങളെ അവയുടെ ഭാവവും ലയവും ശ്രുതിയും ചോർന്നു പോകാതെ രാജൻ പാടിയിരുന്നത് ഉൾപ്പുളകത്തോടെ മാത്രമേ ഓർമ്മിക്കാൻ കഴിയുകയുള്ളൂ. കാവ്യകൽപ്പനയുടെ മാന്ത്രിക തേരിലേറിയിരുന്ന രാജഗോപാലിൻ്റെ അദൃശ്യ സാന്നിധ്യം ഗ്രാമഫോണിൻ്റെ ഊർജ സ്രോതസ്സാണ്. മരണമില്ലാത്ത ഓർമ്മകളുടെ രഥചക്രമുരുളുമ്പോൾ ഋതുഭേദങ്ങൾ ഉണ്ടാവാം, തലമുറകളുടെ ഗതി മാറിയേക്കാം. അപ്പോഴും ഗ്രാമഫോണിൻ്റെ സാരഥിയായി ആ അദൃശ്യ സാന്നിധ്യമുണ്ടാകും. പ്രൊഫസർ രാജഗോപാലൻ.